പ്രവാസികളായ നമ്മൾക്കൊക്കെ അപൂർവമായി ചിലപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ അതൊരു നിധി പോലെയാണല്ലേ. ഇത് നാട്ടിൽ നിന്നും എൻ്റെ ഉമ്മച്ചി അപ്പത്തിന് പൊടിപ്പിച്ച് വറുത്ത് കപ്പി കാച്ചി കൊടുത്ത് ഞവടി കൊടുത്തു വിട്ട മാവാണ്. ഉറട്ടിക്കും പത്തിരിക്കൊക്കെ കിണ്ടും പോലെയാണ് കുഴച്ച് ഉരുട്ടി 4-5 കവറിലാക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടത്. തുണിക്കവറിലും പ്ലാസ്റ്റിക് കവറിലും ഒക്കെ ആയിട്ടാണ് പൊതിഞ്ഞത് കാർട്ടൂണിലിട്ട് വിടുന്നത്. അപ്പോൾ കാർട്ടൂൺ നനഞ്ഞ് പൊട്ടാതിരിക്കില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ കൊടുത്തു വിടുമ്പോൾ ശ്രദ്ധിക്കാതെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടാൽ കാർട്ടൂൺ നനഞ്ഞ് പൊട്ടിപ്പോകാറുണ്ട്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഇത്രയും കുറേ കവറിലാക്കി കിട്ടുന്നത്. ഈ പരുവത്തിന് വേണം മാവ് കുഴച്ച് കൊണ്ടുവരേണ്ടത്. ബോൾ പോലെ ഇരിക്കണം എടുക്കുന്ന സമയത്ത്. ഇങ്ങനെ കൊണ്ടുവന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കേടുകൂടാതെ 3-4 മാസം ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ആവശ്യത്തിന് തേങ്ങ ചേർക്കുക. അല്ലാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തേങ്ങ ചേർത്ത് കൊണ്ടുവരേണ്ടതില്ല. ഇതിന്ന് ചുടുന്നതിന് വേണ്ടി ആവശ്യത്തിനെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും തേങ്ങയും സോഡാപ്പൊടിയും ചേർത്ത് നല്ലോണം കൈകൊണ്ട് തിരുമണം. നല്ലതുപോലെ മാവ് മിക്സ് ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം അപ്പം ചുടണം. ഈ മാവിൽ അപ്പം ചുട്ടാൽ നല്ല ടേസ്റ്റിയും ആയിരിക്കും, സോഫ്റ്റും ആയിരിക്കും. തേങ്ങ ഒരിക്കലും അരച്ച് ചേർക്കരുത്. തേങ്ങ തിരുകി കൈകൊണ്ട് ഞവടി ചേർക്കണം. അതാണ് ടേസ്റ്റ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അങ്ങനെ അടിപൊളി മുട്ടക്കറിയോടൊപ്പം നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പത്തിൻ്റെ മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പവും സൂപ്പർ കോമ്പിനേഷനാണ്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും പടച്ചവൻ കൊടുക്കട്ടെ. അവരൊക്കെ നാട്ടിലുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കൊടുത്തു വിടുന്നത്.